പരിതപിപ്പിക്കുന്നതാണ് ഇപ്പോഴുള്ള സംഭവവികാസങ്ങൾ. ഇതിൻ്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നം പാചകവാതക ദൗർലഭ്യമാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പാചകവാതക ക്ഷാമം ബാധിച്ച റെസ്റ്റോറൻറ്റുകളും എല്ലാ മേഖലയും, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ പോലും, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ, അവിടെയൊന്നും ഭക്ഷണം മുടങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കണം. ആവശ്യമായ ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്തണം. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങുന്നില്ല എന്നുറപ്പാക്കാൻ പ്രത്യേക ഇടപെടൽ പാർട്ടി പ്രവർത്തകരുൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട്. പാചകവാതകത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങളുടെ പ്രവർത്തനം പലതും നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയും ബദൽ സംവിധാനമുണ്ടെന്ന് ഉറപ്പാക്കണം. പാചകവാതകത്തിൻ്റെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ജനകീയ ഇടപെടലിലൂടെ നമുക്ക് സാധിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. രാജ്യത്താകെ പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അനങ്ങാമ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ പാചകവാതകം ബുക്ക് ചെയ്യാനുള്ള ഇടവേള 25 ദിവസത്തിൽ നിന്ന് 45 ദിവസത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് കേന്ദ്രം ചെയ്ത കാര്യം. ഇത് കേരളത്തിലെ പകുതിയോളം വരുന്ന ഗുണഭോക്താക്കൾക്കും തിരിച്ചടിയാണ്. എല്ലാം സുരക്ഷിതമാണെന്നും ഒരു പ്രതിസന്ധിയുമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇത് പച്ച കള്ളമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമാവുകയാണ്. ആവശ്യത്തിന് പാചകവാതകം സംഭരിക്കാതെ രാജ്യത്തെ ഈ പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പാചകവാതക കമ്പനി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ഉന്നതതല യോഗം ചേർന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മുൻഗണനാക്രമം നിശ്ചയിക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി വിതരണം ചെയ്യാനും ഇപ്പോഴും തീരുമാനമായിട്ടുണ്ട്. വാണിജ്യ മേഖലയിൽ കൂടുതൽ പാചകവാതകം അനുവദിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യം സർക്കാരിനോട്, സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുണ്ടാകുന്ന ജനകീയ ഇടപെടൽ നമുക്ക് ഈ പ്രതിസന്ധിക്കിടയിൽ ഫലപ്രദമായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്ന് PWD വകുപ്പിനെയും മന്ത്രിയെയും മാറ്റി നിർത്തിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് കേരളം ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 5580 കോടി റുപ്യയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും നൽകാതിരുന്നത് കേരളമാണ് നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആലോചനയും
ഉപേക്ഷിക്കപ്പെട്ട നാഷണൽ ഹൈവേ 66-ൻ്റെ പ്രായോഗികമായ നടപടിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. കേന്ദ്രമന്ത്രി പോലും ഈ കാര്യം അംഗീകരിച്ചതാണ്. ഉദ്ഘാടനത്തിൻ്റെ ശിലാഫലകത്തിൽ PWD മന്ത്രിയുടെ പേരുണ്ടായിരുന്നു. രാഷ്ട്രീയമായ നിലപാടിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അത് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുന്ന ഒന്നാണ്. ഇതിനെതിരായി ശക്തിയായ നിലപാട് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരേണ്ടതായിട്ട് ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായി വരികയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പിനുള്ള സംഘടനാ തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ താഴെത്തലം വരെ നടന്നു വരികയാണ്. ബൂത്ത് തലം വരെയുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. കോടതിയുടെ കാര്യത്തിൽ ഒരു കാര്യവും കൂടി പറയാം. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ DA വിഷയത്തിൽ ജീവനക്കാർക്ക് മെസ്സേജ് അയക്കുന്നു എന്ന കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്തത്. സർക്കാർ തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ സദ്ഭരണത്തെയും സാമൂഹ്യക്ഷേമ നടപടികളെയും മെസ്സേജ് വഴി മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് കോടതി ചോദിച്ചത്. DA നൽകുന്നതിന് പ്രചരണം നൽകിയതിനൊപ്പം സർക്കാരിനുള്ള ഹൈക്കോടതിയുടെ അഭിനന്ദനവും പ്രതിപക്ഷം, അതായത് ശക്തിയായ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അവർ പോയത്. പക്ഷേ ഹൈക്കോടതി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം സുപ്രീം കോടതിയാണ് ചോദിച്ചത്. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സ്റ്റേ ചെയ്യുകയും ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന സർക്കാർ ആ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സർവേ നടത്തിയാൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തു. ഇന്നലെയാണ് LDF UDF സർക്കാരുകളുടെ കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള PRD പരസ്യത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഹൈക്കോടതിയിൽ പോയി കോൺഗ്രസിൻ്റെ ആക്ഷേപം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരസ്യം വിവാദമാക്കി UDFൻ്റെ ഇരുണ്ട കാലത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് തടയാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ കോടതി അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് നാളെ അറിയിക്കണം. അപ്പോൾ പാർട്ടിയുടെ ഒരു നയം എന്താണ്? സർക്കാരിന് നയപരമായി ഉദ്ദേശിക്കേണ്ടത് LDF-ഉം CPI-ഉം ആണല്ലോ. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ CPI? അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് വിവിധ കാര്യങ്ങളുണ്ടല്ലോ. നിയമപരമായിട്ട് ഭരണഘടനാപരമായ കാര്യമാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് അതിന് ഉചിതമായ മറുപടി നൽകണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അല്ലല്ല, ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം.
ഇന്നത്തെ പരിസ്ഥിതി വിശദീകരിക്കാമോ? ഇന്നത്തെ പരിസ്ഥിതി തന്നെ പിന്നെ പറയുന്നത് വിശദീകരിക്കേണ്ടത്. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് പറയുന്നത് യുവതീ പ്രവേശന നടപടി വേണോ വേണ്ടയോ എന്നുള്ളതല്ല സുപ്രീം കോടതിയുടെ ചോദ്യം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നം മാത്രമല്ല, ഭരണഘടനാപരമായ പ്രശ്നമാണ്. അതിൽ ഈ യുവതീ പ്രവേശനമോ അതുപോലുള്ള കാര്യങ്ങളോ അല്ല അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത്. ആചാരം അത് പറഞ്ഞു. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതികൾക്ക് അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. തീരുമാനിക്കാം. അല്ലല്ല, അങ്ങനെയല്ല, വെറുതെ വേണ്ടാതെ വിശദീകരണം നടത്തണ്ട. അന്നത്തെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നത് ഈ രീതിയിൽ പരിശോധിക്കണം. യെസ്, അതന്നെ. വിദഗ്ധരും പണ്ഡിതരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. പണ്ഡിതരുമായി. അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് വിശ്വാസികളുടെ വികാരം മാനിക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. നിങ്ങൾക്ക് എന്തിനാ തർക്കം? ശരി. അല്ല, സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയല്ലോ. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അല്ല, പുറത്തു പോയ എനിക്ക് മനസ്സിലായില്ല. അത് പുറത്തു പോയ പിന്നെ പോട്ടേന്നാണോ? എന്തിനാ എഴുന്നേൽപ്പിക്കാൻ? അദ്ദേഹം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറഞ്ഞ കാര്യമല്ലേ. ഞങ്ങളെന്തിനു എഴുന്നേൽപ്പിക്കാനാണ്? അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പിലില്ല. അദ്ദേഹത്തിന് ജനാധിപത്യപരമായ രീതിയിൽ എങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. അല്ല, പക്ഷേ ഈ സുധാകരന്റെ കാര്യത്തിൽ പ്രശ്നം പാർട്ടി അവഗണിച്ചു, പാർട്ടി അദ്ദേഹത്തെ പരിഗണിച്ചില്ലാത്ത കാര്യം, അപ്പൊ അതൊക്കെ അവഗണിക്കാനാണോ അത് അതിനോട് പ്രതികരിക്കാനാണോ? അല്ല, ഞങ്ങൾക്ക് അതിന്റെ പേര് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. അതല്ല, ഞങ്ങളതിന് അതിന്റെ പേര് പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അലക്കം നടത്തേണ്ട കാര്യം. അയാൾക്ക് ബുദ്ധിയില്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാതെ പോയത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? മത്സരിക്കുമ്പോ ഞങ്ങൾ സിറ്റിംഗ് സീറ്റല്ലേ അമ്പലപ്പുഴ. ഇടതുപക്ഷ ജനാധിപത്യം കൂടി കർശനമായി ജയിക്കും. അവിടെ ജയിക്കും. പിന്നെ ജയിച്ചില്ലെങ്കിൽ പിന്നെ വെറുതെ സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അന്നേ പറഞ്ഞു.